हेलो। चैप्टर 8 കാസിരംഗ രാഷ്ട്രീയ ഉദ്യാൻ की യാത്ര. രാഷ്ട്രീയ ഉദ്യാൻ അല്ലെങ്കിൽ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. ഈ ഒരു ചാപ്റ്റർ ഒരു ലെറ്റർ ആണ്. ഇവിടെ കാണാം പ്രിയ ബച്ചോ എന്നാണ് തുടങ്ങുന്നത്. ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്? തുമാരെ ചാച്ച അരൂപ് കുമാർ ദത്ത. അരൂപ് കുമാർ ദത്തയും അദ്ദേഹത്തിന്റെ ഫാമിലിയും കൂടി കാസിരംഗ രാഷ്ട്രീയ ഉദ്യാനത്തിലേക്ക് ഒരു യാത്ര പോയിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ കണ്ടല്ലോ, അവരുടെ ഫാമിലിയിലുള്ള മറ്റു കുട്ടികൾക്ക് വേണ്ടി ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ഒരു ലെറ്റർ ആണിത്. എന്തൊക്കെയാണ് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണണ്ടേ? നോക്കാം. ലെറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ്, കാസിരംഗ നാഷണൽ പാർക്ക് is a UNESCO World Heritage Site in Assam. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ലാൻഡ്മാർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ലാൻഡ്മാർക്കിനെ അതിൻ്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് അത് ഫ്യൂച്ചർ ജനറേഷനും കൂടി വേണ്ടി സേവ് ചെയ്യാൻ വേണ്ടി യുനെസ്കോ എന്ന ഇൻ്റർനാഷണൽ കമ്മിറ്റി അവർ അതിനെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ഇന്ത്യയിൽ വൺ ഓഫ് ദി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് കാസിരംഗ നാഷണൽ പാർക്ക്. ആൻഡ് ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ആസാം. എവിടെയാണ്? ഇന്ത്യയുടെ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നോർത്ത് ഈസ്റ്റ് പോർഷനിൽ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ആസാം എന്ന സ്റ്റേറ്റ്. അവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഹോൾഡിംഗ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് വൺ ഹോൺഡ് റൈനോസറസ്. വൺ ഹോർഡ് റൈനോസറസിൻ്റെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഈ ഒരു നാഷണൽ പാർക്കിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റായിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കത്തിലേക്ക് തിരിച്ചു വരാം. കാസിരംഗ രാഷ്ട്രീയ उद्यान की यात्रा. प्रिय बच्चों, यह पत्र मैं तुम्हें काजीरंगा राष्ट्रीय उद्यान से लिख रहा हूँ. കുട്ടികളെ, ഈ ഒരു കത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാസിരംഗ രാഷ്ട്രീയ ഉദ്യാൻ സെ, കാസിരംഗ നാഷണൽ പാർക്കിൽ നിന്നാണ് ലിഖ് രഹാ ഹൂ എഴുതുന്നത്. कासीरंगा उद्यान असम में ब्रह्मपुत्र नदी के तट पर स्थित है. എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത്? ആസാമില് ബ്രഹ്മപുത്ര നദിയുടെ തീരത്തായിട്ടാണ് ഈ ഒരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. യഹാം വിഭിന്ന പ്രകാർ കെ പശു വ പക്ഷി ഹേ. ഈ ഒരു നാഷണൽ പാർക്കിൽ വിഭിന്ന പ്രകാർ കി പല തരത്തിലുള്ള പശു വ പക്ഷി ഹേ. ബേർഡ്സും ആനിമൽസും, പശു എന്ന് പറഞ്ഞാൽ ആനിമൽസ് ആണ്, പക്ഷി എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണ്, ഒക്കെ ഉണ്ട്. ആജ് സുബഹി ഹം ഹാത്തിയോം പർ ചढ़कर ഉദ്യാൻ ദേഖ്നെ ഗയേ. ഇന്ന് സുബഹ് രാവിലെ തന്നെ ഹം ഹാത്തിയോം പർ ചढ़कर ആനപ്പുറത്ത് കയറി ഉദ്യാൻ ദേഖ്നെ ഗയേ, ഈ ഒരു നാഷണൽ പാർക്ക് കാണാൻ പോയി. इसके लिए हमें बहुत सवेरा उड़ना पड़ा. ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ബോട്ട് സവേര, വളരെ പുലർച്ചെ നേരത്തെ തന്നെ ഉഡ്നാ പടാ, ഉറങ്ങി എഴുന്നേൽക്കേണ്ടി വന്നു. തബ് സൂരജ് ബി നഹി നിഗ്ലാദ. ഞങ്ങൾ എണീച്ച് ഈ ഒരു യാത്രയ്ക്കായി തയ്യാറെടുത്ത സമയത്ത് സൂരജ് ബി നഹി നിഗ്ലാദ, സൂര്യൻ ഉദിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഉദ്യാൻ മേ സേക്കടവും പശു ഥേ. ഉദ്യാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്യാൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ എന്ന് മീനിങ് ഉണ്ട്, ജംഗൽ എന്ന് മീനിങ് ഉണ്ട്, വലിയ ഇതുപോലത്തെ പാർക്ക് എന്നൊക്കെ മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നാഷണൽ പാർക്കിനാണ് ഉദ്യാൻ എന്ന് പറയുന്നത്. അവിടെ സേക്കടവും പശു ഥേ, പലതരത്തിലുള്ള വളരെയധികം ആനിമൽസ് ഉണ്ടായിരുന്നു. ഹിരൺ और जंगली बैसों के कई झुंड आराम से घास चर रहे थे. ഹിരൺ മാനുകൾ അല്ലെങ്കിൽ ഡീർസ്, ആൻഡ് ജംഗലി ബാസോ എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തുകൾ. കാട്ടുപോത്തുകൾക്കാണ് ജംഗലി ബാസോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ജൂണ്ട് എന്ന് പറഞ്ഞാൽ സമൂഹം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്. അപ്പൊ ഈ ഒരു മാനുകളുടെയും കാട്ടുപോത്തുകളുടെയും ഒക്കെ പല ഗ്രൂപ്പുകൾ ആരാംസെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഘാസ് ചർ രഹേ ഥേ, പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. ഉൻമേ കുച്ച് ഏക് സീംഗ് വാലെ ഗേണ്ടേ ബി ദേ. ഏക് സീംഗ് വാലെ ഗേണ്ടേ, വൺ ഹോൺഡ് റൈനോസറസ്. ഏക് സീംഗ്, ഒരു ഈ ഹോൺ ആണ് സീംഗ്, ഗേണ്ടേ എന്ന് പറഞ്ഞ റൈനോസറസ്. അവര് രാവിലെ തന്നെ പോയപ്പോ പലതരത്തിലുള്ള ആനിമൽസിനെ കണ്ടല്ലേ. ആ ആനിമൽസിന്റെ കൂട്ടത്തില് കുറെ വൺ ഹോൺഡ് റൈനോസറസും ഉണ്ടായിരുന്നു.
इसी पशु के कारण काजीरंगा पूरे संसार में प्रसिद्ध हो गया है. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ഒരു വൺ ഹോൺഡ് റൈനോസറസിന്റെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് കൊണ്ടാണ് കാസിരംഗ നാഷണൽ പാർക്ക് വേൾഡ് മുഴുവൻ ഫേമസ് ആയിരിക്കുന്നത്. हिरणों और भैंसों ने हमें संदेह की दृष्टि से देखा. हिरणों और भैंसों, ഈ കാട്ടുപോത്തും ഈ ഡിയേഴ്സും ഒക്കെ ഹമേ സന്ദേഹി ദൃഷ്ടി സെ ദേക്ക. സന്ദേഹി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ സംശയ ദൃഷ്ടിയോടെ ഇവർ ഞങ്ങളെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഡൗട്ട്ഫുള്ളി ആണ് അവര് നമ്മളെയൊക്കെ നോക്കി കണ്ടത്. അവരെങ്ങനെയാ പോകുന്നത്? ഹാത്തി പർ ചടുക്കർ അല്ലെ, ആനയുടെ മുകളിൽ കയറിയിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർ അലഗ് ഹട്കെ, അവര് നമ്മളെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് മാറി മാറി പോവും. ഇവര് ഉപദ്രവിക്കുമോ എന്നൊക്കെ ടെൻഷൻ ആയിട്ട് അവർ ഡൗട്ട്ഫുള്ളി കുറച്ച് മാറി മാറി പോയി. പർ ഗേണ്ടേ വഹി ജമേ രഹേ. റൈനോസർ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല, അവർ അവിടെ തന്നെ കൂട്ടത്തോടെ നിന്നു. ഹംനെ ഏക് സിംഗ് വാല ഗേണ്ട പേലി ബാർ ദേഖ. ഞങ്ങള് ഈ ഒരു വൺ ഹോൺഡ് റൈനോസറിനെ പേലി ബാർ ദേഖ, ആദ്യമായിട്ടാണ് അവിടെ വെച്ച് കണ്ടത്. ये हाथी के बाद भारत का सबसे बड़ा पशु है. ലോകത്തിലും വെച്ച് ഏറ്റവും വലിയ ആനിമൽ ഏതാണ്? അത് ആഫ്രിക്കൻ ആനയാണ്, ആഫ്രിക്കൻ എലിഫന്റ് ആണ്. അതിനേക്കാളും ചെറുതാണ് ഇന്ത്യയിലൊക്കെ കാണുന്ന ഇന്ത്യൻ എലിഫന്റ്. അപ്പൊ ഇന്ത്യയില് എലിഫന്റ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ജീവിയാണ് ദിസ് വൺ ഹോൺ റൈനോസറസ്. इसको इंडियन റൈനോ അല്ലെങ്കിൽ ഭാരതീയ ഗേണ്ട ബി कहते हैं. ഇതിന് വേറെ പേരുകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ റൈനോ, ഭാരതീയ ഗേണ്ട, ഈ പേരുകളൊക്കെ നമ്മുടെ റൈനോനുണ്ട്. ये केवल भारत और नेपाल के जंगलों में पाया जाता है. ഈ റൈനോസറിന്റെ പ്രത്യേകത എന്താണ്? ഇത് ലോകത്തിന്റെ വേറെ ഭാഗങ്ങളിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഭാരത് ഓർ നേപ്പാൾ കെ ജംഗലോ മേ, ഇന്ത്യയിലും പിന്നെ നേപ്പാളിലും കുറച്ച് ഫോറസ്റ്റിൽ മാത്രമേ ഈ ആനിമൽസിനെ കാണാൻ പറ്റുകയുള്ളൂ. ഇന്ത്യൻ റൈനോ അല്ലെങ്കിൽ ഭാരതീയ ഗേണ്ടയ്ക്ക് ശരീർ पर मोटी तह होती है जैसे वह कवच पहने हो. കവച് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ആണ്, നമ്മുടെ ബോഡിയിൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ധരിക്കുന്ന, അല്ലെ പഴയ കാലത്ത് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിനൊക്കെ പോയിരുന്ന സമയത്ത് ധരിച്ചിരുന്ന ഒരു വേഷത്തിനാണ് കവച് എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യൻ റൈനോയുടെ ശരീർ പർ, അതിന്റെ ബോഡിയിൽ മോട്ടി തേ ഹോത്തി ഹെ, വളരെ കട്ടിയുള്ള ഒരു സ്കിന്ന് പോലെയുള്ള ഒരു വസ്തുവുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അത് കവചമിട്ടതാണെന്ന് തോന്നും. इस पर हमारे महावत ने एक रुचिकर कथा सुनाई. ആരാണ് മഹാവത്? മഹാവത് എന്ന് പറഞ്ഞാൽ ആനയെ മുന്നോട്ട് നയിക്കുന്ന ആള്, അല്ലെങ്കിൽ ആനപ്പാപ്പാൻ. ആനയുടെ മുകളിൽ ഇരുന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളിനാണ് മഹാവത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിനെ പറ്റി, ഈ റൈനോന്റെ കവചത്തിനെ പറ്റി മഹാവത്ത് രുചികർ കഥാ സുനായി, വളരെ നല്ല ഒരു സ്റ്റോറി ഞങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചു തന്നു. ഇനി ആ സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് സ്റ്റോറി നമുക്ക് നോക്കാലോ. ഭഗവാൻ കൃഷ്ണ ने एक बार सोचा कि हाथी के बदले गेंडे को रण क्षेत्र में भेजा जाए. रण क्षेत्र എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുമായിരുന്നു അല്ലെ, വാർ. രണക്ഷേത്രം എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി അല്ലെങ്കിൽ വാർ ഫീൽഡ്. ഒരിക്കല് ഭഗവാൻ കൃഷ്ണൻ വിചാരിച്ചു, ഹാത്തിക്ക് ബദലേ, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കുതിര, ആന ഒക്കെ ഉണ്ടല്ലോ, അതിൽ ആനയ്ക്ക് പകരം ഗേണ്ടേക്കോ രംഗക്ഷേത്രമേ ഭേജായേ, എന്തുകൊണ്ട് റൈനോസറസിന് യുദ്ധത്തിന് വേണ്ടി എടുത്തുകൂടാ. ഉനോനെ ഉസെ കവച് പെഹനാക്കർ, നേരത്തെ പറഞ്ഞു കവചം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനൊക്കെ പോകുന്ന ശരീരത്തിൽ ധരിക്കുന്നതാണ്. അപ്പൊ കവചമൊക്കെ ധരിപ്പിച്ച് അഭ്യാസ്കരായ, അതിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പർ ഗേണ്ട നിർദ്ദേശവും കാ പാലൻ ന കർ സക്കാ. പക്ഷേ ആനയെയും കുതിരയും ഒന്നും പോലെയല്ല, ഗേണ്ടയാണെങ്കിൽ ഇവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും ശരിക്ക് പാലിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ബസ് ഭഗവാൻ കൃഷ്ണനെ കവച് സഹിത് ഹേ ഉസേ വാപ്പസ് വൻ മേ ഭേജ് ദിയ. അവസാനം സഹി കെട്ട് ഭഗവാൻ കൃഷ്ണൻ കവച് സഹിത്, ആ കവചൊന്നും ഊരി വാങ്ങിക്കാണ്ട് അതും കൊണ്ട് അങ്ങനെ തന്നെ കാട്ടിലേക്ക് തിരിച്ചുവിട്ടു. അപ്പൊ ഈ കഥയിലൂടെ എന്താ പറയുന്നത്? അന്ന് ഭഗവാൻ കൃഷ്ണൻ ആ കവചമൊന്നും ഊരാതെ റൈനോസറിനെ കാട്ടിലേക്ക് വിട്ടതുകൊണ്ടാണ് അതിന്റെ ശരീരത്തിൽ ഇപ്പോഴും ആ രൂപത്തില് കവചം പോലെ ഇരിക്കുന്നത്. सैकड़ों वर्ष पहले इंडियन राइनो भारतीय गेंडे पश्चिम में
पेशवार से लेकर पूर्व में असम तक पाए जाते थे. സേക്കഡവും വർഷ പെഹലെ എന്ന് പറഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ റൈനോ പശ്ചിമേ വെസ്റ്റില് പേഷ്വാർ എന്ന സ്ഥലം മുതൽ പൂർവമേ അസം തക് ആസാം വരെ പായെ ജാത്തേതേ, അതായത് റൈനോയുടെ പോപ്പുലേഷൻ അത്രയും കൂടുതൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പഴയ ഇന്ത്യയുടെ പേര് പറയുമ്പോൾ നമുക്ക് അറിയാത്ത പല സ്ഥലങ്ങളുടെ പേരും ഇതിൽ വരും. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കാലം കഴിയുന്നതിനനുസരിച്ച് ആ സ്ഥലത്തിന്റെ പേര് മാറി പുതിയ പേരായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല പല സ്ഥലങ്ങൾ ജോയിൻ ആയിട്ട് പുതിയ സ്ഥലമായി മാറിയിട്ടുണ്ടാവും. അപ്പൊ വെസ്റ്റില് പേഷ്വാർ എന്ന സ്ഥലം മുതൽ ഈസ്റ്റില് അസം വരെ നിറയെ നമുക്ക് റൈനോനെ കാണാൻ പറ്റുമായിരുന്നു അന്നത്തെ കാലത്ത്. पर लोगों ने राइनो के सींग पाने के लिए उनका शिकार किया. शिकार എന്ന് പറഞ്ഞാൽ ഹണ്ട് ചെയ്യുക. അപ്പോൾ അതിന്റെ സീങ് വൺ ഹോൺഡ് റൈനോ ആണല്ലേ, ആ ഒരു ഹോണിന് വേണ്ടി അതിനെ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്യാൻ തുടങ്ങി. ലോഗ് യേ മാൻതേ थे कि सींग में औषधि സംബന്ധി ഗുണേ. ആളുകൾ വിശ്വസിച്ചിരുന്നത് റൈനോയുടെ ഫ്രണ്ടിലുള്ള ആ കൊമ്പിൻ്റെ ഉള്ളിൽ വളരെയധികം മെഡിസിനൽ വാല്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീങ് എടുത്തതിന് ശേഷം അത് ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ അവരുടെ ബോഡിക്കൊക്കെ വളരെ നല്ലതാണെന്നായിരുന്നു അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ബാദ് മേ വൈജ്ഞാനികോനെ സിദ്ധ് കിയാ കി സീങ് മേ ऐसा कुछ नहीं है. പക്ഷേ കുറേ കാലത്തിന് ശേഷം റിസർച്ച് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചു റൈനോയുടെ സീങ്കില് അങ്ങനെ ഒരു മെഡിസിനൽ വാല്യൂ ഒന്നുമില്ല. കുച്ച് നഹി ഹേ. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? കുറേ ഉണ്ടായിരുന്ന റൈനോനെ ആളുകൾ ഹണ്ട് ചെയ്ത് അതിന്റെ നമ്പർ കുറേ അധികം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. इंडियन राइनो भारतीय गेंडा का शिकार इतनी अधिक संख्या में हुआ है कि अब उनकी संख्या कम हो गई है. നമ്മൾ പറഞ്ഞു കുറേ അധികം അതിനെ ഹണ്ട് ചെയ്ത് അതിന്റെ പോപ്പുലേഷൻ ഇപ്പോൾ ഗേണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റൈനോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് അതിന്റെ നമ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇൻമേ ആധേ സെ അധിക് കാസിരംഗ മേ രഹത്തെ ഹെ. ഇപ്പൊ ടോട്ടൽ വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള റൈനോയില് അതിന്റെ പകുതിയിലധികം റൈനോയും കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത്. इसीलिए पूरे संसार से पशु प्रेमी इसे देखने काजीरंगा आते हैं. അപ്പം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആനിമൽ ആണെങ്കിൽ അതിനെ കാണാൻ വേണ്ടി ആളുകൾ അങ്ങനെ ദൂരേക്കൊന്നും പോവില്ല അല്ലേ. എന്നാൽ ഈ റൈനോ വളരെ റെയർ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ്. വളരെ കുറച്ച് മാത്രമേ അതിന്റെ നമ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഉള്ളതിൽ തന്നെ പകുതിയിലും കൂടുതൽ ഉള്ളത് കാസിരംഗ നാഷണൽ പാർക്കിലാണ്. അതുകൊണ്ട് വേൾഡിന്റെ പല സ്ഥലത്തു നിന്നും ആളുകൾ സഞ്ചാരികൾ ഈ ഒരു ആനിമലിനെ കാണാൻ വേണ്ടി കാസിരംഗ നാഷണൽ പാർക്കിൽ വരാറുണ്ട്. हमारा हाथी आगे बढ़ा तो एक मादा राइनो गेंडा अपने बच्चे के साथ दिखाई दी. അങ്ങനെ ഈ ആനപ്പുറത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്ത് മാതാ റൈനോ അപ്നെ ബच्चे के साथ ഒരു അമ്മ റൈനോ അതിന്റെ കുട്ടിയുടെ കൂടെ കണ്ടു. മഹാവത് ഹമേ പാസ് നഹീ ലേ ഗയേ. ആനപ്പാപ്പ ഞങ്ങളെ അതിനടുത്തേക്ക് കൊണ്ടുപോയില്ല. ഉन्होंने कहा कि शिशु साथ में हो तो मादा റൈനോ ഹിംസക് ഹോ ജാത്തി ഹേ. അതിനുള്ള റീസൺ എന്താണ് ആനപ്പാപ്പാൻ പറഞ്ഞത്? ഒരു അമ്മ റൈനോ കുട്ടിയുടെ കൂടെ ആവുന്ന സമയത്ത് അത് ഹിംസക് ഹോ ജാത്തി ഹേ, അത് നമ്മളെ തിരിച്ച് നന്നായിട്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിനെ കുട്ടിയെ ഉപദ്രവിക്കുവോ എന്നുള്ള പേടിയുണ്ടായിരിക്കും. ഈ ലോകത്തിലുള്ള പല ജീവികളും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ ഇനി കോഴിക്കുട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അമ്മയുടെ കൂടെ ആവുന്ന സമയത്ത്, അത് ജനിച്ച സമയത്ത് അതിന്റെ അമ്മ വളരെ ആംഗ്രി ആയിരിക്കും, വളരെ ദേഷ്യത്തോടെ ആയിരിക്കും ആളുകളെയൊക്കെ നോക്കുന്നത്. നമ്മൾ അതിന്റെ അടുത്തേക്കൊന്ന് മൂവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ അത് അതിന്റെ കുട്ടിയെ ഉപദ്രവിക്കുകയാണോ എന്ന് പേടിച്ചിട്ട് നമ്മളെ തിരിച്ച് ആക്രമിക്കും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ റൈനോയും. हाथी के पास आने पर वह हमला कर सकती है. ഓൾറെഡി പറഞ്ഞു അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ആന അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ എല്ലാരെയും, ആനയെയും അതിന്റെ മുകളിലുള്ള ആളുകളെയും ഒക്കെ ഹംല കർ സക്തി ഹേ, തിരിച്ച് ആക്രമിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ട്. സുബഹ की यात्रा में हमने हिरणों के अनेक झुंड देखे. രാവിലത്തെ ഈ യാത്രയിൽ हमने हिरणों के अनेक झुंड എന്ന് പറഞ്ഞാൽ ഡിയേഴ്സിന്റെ കുറേ അധികം സമൂഹങ്ങൾ കണ്ടു, ഗ്രൂപ്പ് കണ്ടു. കാസിരംഗ में 4 प्रकार के हिरण है.
കാസിരംഗയിൽ 4 ടൈപ്സ് ഓഫ് ഡിയേഴ്സ് ഉണ്ട്. ഭോക്നെ വാലെ ഹിരൺ, ബോനെ സുവർ ഹിരൺ, ദൽദലി ഹിരൺ ഓർ സാംബാർ ഹിരൺ. അതിനെ ഇംഗ്ലീഷിൽ ബാർക്കിംഗ് ഡിയർ, ഹോഗ് ഡിയർ, സ്വാം ഡിയർ ആൻഡ് സാംബാർ ഡിയർ എന്ന് പറയും. ഹമാരി യാത്ര ശീഘ്ര സമാപ്ത് ഹോ ഗയി. ഞങ്ങളുടെ ഈ രാവിലെയുള്ള യാത്ര ശീഘ്ര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സമാപ്ത് ഹോ ഗയി. സമാപ്ത് എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. അപ്പോൾ രാവിലെയുള്ള യാത്ര പെട്ടെന്ന് തന്നെ അവസാനിച്ചു. മേരാ മൻ അഭി ഭരാ നഹീ ഥാ. എന്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇനിയും കാണാൻ തോന്നുന്നുണ്ടായിരുന്നു. മൻ ഭരാ നഹീ ഥാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും കൂടുതൽ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അഗ്ലേ ദിൻ സുബഹ കാ നാശ്ത കർക്കെ ഹം ഫിർ നിക്കൽ പടേ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ പിന്നെയും ഞങ്ങൾ ഇതേപോലെയുള്ള ജംഗൽ സഫാരിക്ക് പോയി. ഇസ് ബാർ ഹം ജീപ്പ് മേ ഗയേ. മുൻപ് ആനയുടെ മുകളിലായിരുന്നില്ലേ പോയത്, പക്ഷെ ഇസ് ബാർ ഹം ജീപ്പ് മേ ഗയേ. ഈ പ്രാവശ്യം നമ്മൾ ജീപ്പിലാണ് പോയത്. സാത്ത് മേ വൻ സംരക്ഷക് ബി ഥാ. വനസംരക്ഷക് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനെ സംരക്ഷിക്കുന്ന ആളുകൾ, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളാണ്, അതായത് ഫോറസ്റ്റ് ഓഫീസേഴ്സ്. ഞങ്ങളുടെ കൂടെ അവരും ഉണ്ടായിരുന്നു. ഡ്രൈവർ ഹമ്മേ എക് ബീൽ യാനി ജീൽ. ബീൽ അല്ലെങ്കിൽ ജീൽ എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഡ്രൈവർ ഞങ്ങളെ ഒരു ലേക്കിന്റെ അടുത്തേക്ക് ലേ ഗയാ, കൂട്ടിക്കൊണ്ടുപോയി. ബീൽ പർ സേക്കടോം പക്ഷിയോം കെ ജുണ്ട് थे. മുമ്പ് ആനിമൽസിനെ പറ്റി പറഞ്ഞപ്പോ ഇപ്പൊ പക്ഷികളെ പറ്റിയാണ് പറയുന്നത്. ലേക്കിന്റെ സൈഡിൽ പലതരത്തിലുള്ള പക്ഷികളുടെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. പെലിക്കൻ, സാരസ്, ബഗുല ഓർ കൽഹോൻ ഇത്യാദി. ഏതൊക്കെ പക്ഷികളാണ്? പെലിക്കൻ, സാരസ്, ബഗുല, കൽഹോൻ, ഇങ്ങനെ പല പല പക്ഷികളും ഉണ്ടായിരുന്നു. एक ही स्थान पर इतने सारे पक्षी मैंने कभी नहीं देखे थे. एक ही स्थान पर, ഒരു സ്ഥലത്ത് തന്നെ ഇത്തനെ സാരെ പക്ഷി, ഇത്രയും കൂടുതൽ പക്ഷികളെ मैंने कभी नहीं देखे थे, ഞാൻ ഇതിനു മുമ്പിൽ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. बील के पानी में कुछ ऊद बिलाव भी उछल कूद कर रहे थे. പക്ഷികളെ പോലെ തന്നെ വെള്ളത്തിൽ കുറെ ഊദ് ബിലാവ് എന്ന് പറഞ്ഞാൽ ഓട്ടർ അല്ലെങ്കിൽ നീർനായ എന്നൊക്കെ പറയും. ഓട്ടറും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലോട്ട്നെ സമയത്തോ ഹമാരെ ഭാഗ്യ ഹി ഖുൽ ഗയേ. ലോട്ട്നെ സമയം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് ഹമാരെ ഭാഗ്യ ഹി ഖുൽ ഗയേ, ഞങ്ങൾ വളരെ ലക്കി ആയിരുന്നു. സാമനെ ജംഗലി ഹാത്തിയോ കാ ഏക് ജൂൺ ദിക്കാ. തിരിച്ചു വരുന്ന വഴിക്ക് ജംഗലി ഹാത്തി. ജംഗലി ഹാത്തി എന്ന് പറഞ്ഞാൽ വൈൽഡ് എലിഫന്റിന്റെ ഒരു വലിയ ഗ്രൂപ്പിനെ കണ്ടു. ഒരു കൂട്ടം കാട്ടാനകളെ കാണാൻ പറ്റി. ഹമേ ബോത് പ്രസന്നത ഹുയി. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വളരെയധികം ഹാപ്പിയായി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ജൂണ്ട് മേ 5-6 ബച്ചേ थे. ഈ ഒരു ഗ്രൂപ്പില് 5-6, 5-6 കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു. ജബ് തക് പൂരെ ജൂണ്ട് ने रास्ता पार नहीं कर लिया तब तक एक विशाल हाथी घड़ा നിഖ്രാനി കർത്താരഹ. ആനകളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഗ്രൂപ്പായിട്ടാണ് അധികവും സഞ്ചരിക്കുക. ഈ ഗ്രൂപ്പില് ആണാനകളും പെണ്ണാനകളും കുട്ടി ആനകളും ഒക്കെ ഉണ്ടാകും. ആനകൾ റോഡ് കടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വഴി കടന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ഒരു വലിയൊരു ആന, കൂട്ടത്തിലുള്ള നേതാവായിരിക്കാം, അവരവിടെ തന്നെ കാത്തു നിൽക്കും. എല്ലാവരും റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ആന പോകുന്നത്. അപ്പൊ ഇവിടെയും എല്ലാവരും ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തുന്നവരെ ഒരു വിശാൽ ഹാത്തി, വലിയൊരു ഹാത്തി ഘട നിഖ്രാനി കർത്താരഹ, അവരവിടെ നിന്നിട്ട് എല്ലാം നോക്കി കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കാസിരംഗ മേ മാംസാഹാരി റോയൽ ബംഗാൾ ടൈഗർ ബി ഹേ. ഈ പറഞ്ഞിരിക്കുന്ന ആനിമൽസ് ഒന്നും മാത്രമല്ല, കാസിരംഗയിൽ മാംസാഹാരി എന്ന് പറഞ്ഞാൽ മാംസം കഴിക്കുന്ന അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്ന, കാർണിവോറസ് എന്നാണ് നമ്മൾ പറയുന്നത്. കാർണിവോറസ് ആയിട്ടുള്ള റോയൽ ബംഗാൾ ടൈഗറും ഉണ്ട്. पर हमें दिखे नहीं, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. गाइड ने बताया कि उन्हें देखना कठिन है क्योंकि वे रात में ही निकलते हैं.
ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഗൈഡ് പറഞ്ഞു ഉനെ ദേഖ്ന കഠിൻ ഹേ, ടൈഗറിനെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ക്യോങ്കി ബിക്കോസ് വേ രാത് മേ ഹി നികൽത്തെ ഹേ, മെയിൻ ആയിട്ട് അത് രാത്രിയാണ് പുറത്തിറങ്ങുന്നത്. കുൽ മിലാക്കർ അദ്ഭുത അനുഭവ രഹ, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ യാത്ര ഒരു അത്ഭുതമായ ഒരു അനുഭവമായിരുന്നു. കാസിരംഗ മേ അലഗ് അലഗ് പ്രജാതി കെ പശു ശാന്തി ഓർ ഭായിചാരെ സെ സംഗ് സംഗ് രഹത്തെ ഹേ. ഇവിടെ കാസിരംഗ നാഷണൽ പാർക്കിൽ പല വിവിധ തരം ആനിമൽസും ബേർഡ്സും ഒക്കെ ഭായിചാരെ സെ സംഗ് സംഗ് രഹത്തെ ഹേ എന്ന് പറഞ്ഞ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ കോ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയും. എല്ലാ ജീവികൾക്കും അവിടെ ജീവിക്കണം, അവര് മറ്റുള്ളവരെ ഒന്നും ഉപദ്രവിക്കാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. മേനെ മൻ മേ യേ ബാത് ബാർ ബാർ ഉഡ് രഹി थी कि क्यों नहीं मानव भी इनकी तरह ही ശാന്തിപൂർവക് മിൽജുൽ കർ रहता. क्यों नहीं मानव भी, മാനവ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ, മനുഷ്യന്മാർക്കും ഇൻകി തരഹി, ഇവരുടെയൊക്കെ പോലെ തന്നെ ശാന്തിപൂർവക് മിൽജുൽ കർ रहता. എന്തുകൊണ്ടാണ് ഇതേപോലെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വഴക്കും ഇല്ലാതെ ഈ ആനിമൽസിനെ പോലെ നല്ലോണം ജീവിക്കാൻ പറ്റാത്തത്? हम अपने वन्य साथियों से बहुत कुछ सीख सकते हैं, है ना? നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള വൈൽഡ് ആനിമൽസിൽ നിന്ന്, കാട്ടിൽ ജീവിക്കുന്ന ഈ ജീവികളിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ അതുപോലെ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റും. ഹേന, ശരിയല്ലേ? തുമാരെ ചാച്ച അരൂപ്. ലെറ്റർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായിരുന്നു ഈ ലെറ്ററിൽ ഉണ്ടായിരുന്നത്? അരൂപ് കുമാർ ദത്ത, അദ്ദേഹമാണ് ഇതിന്റെ ലേഖക് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ കൂടെ കാസിരംഗ നാഷണൽ പാർക്കിൽ ഒരു ട്രിപ്പ് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള മറ്റു കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു ലെറ്റർ ആണിത്. അവിടെ എങ്ങനെയൊക്കെയാണ് അവിടേക്ക് പോയത്, അവിടെ അവരെന്തൊക്കെയാണ് കണ്ടത്, അതിൽ നിന്നും എന്തൊക്കെയാണ് അദ്ദേഹം പഠിച്ചത്, അങ്ങനെ പല കാര്യങ്ങളും ഈ കത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് വേർഡ് മീനിങ്സ് പെട്ടെന്ന് നോക്കാം. ഉദ്യാൻ, പാർക്ക് ഓർ ഗാർഡൻ. ബ്രഹ്മപുത്ര, ബ്രഹ്മപുത്ര റിവർ ആണ് ബ്രഹ്മപുത്ര. ജൂണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. റൈനോ, റൈനോ റൈനോസറസ്. മഹാവത്, എലിഫന്റ് കീപ്പർ അല്ലെങ്കിൽ ആനപ്പാപ്പാൻ. സന്ദേഹ ദൃഷ്ടി, വിത്ത് സസ്പിഷൻ ഓർ കോഷ്യസ് ലുക്ക്, സംശയത്തോടെ നോക്കുക. വിശാൽ, ഹ്യൂജ് ഓർ ലാർജ്. സംരക്ഷൺ, പ്രൊട്ടക്ഷൻ ഓർ കൺസർവേഷൻ. ഷിക്കാരി, ഹണ്ടർ, ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്. ദുർബൽ, റെയർ, റെയർ ആയിട്ടില്ല, വളരെ കുറച്ച് മാത്രം കാണാൻ പറ്റുന്നത്. മാതാ, ഫീമെയിൽ, നമ്മൾ പറഞ്ഞു ഒരു അമ്മ റൈനോയും അതിന്റെ കുട്ടീനെയും ഒരുമിച്ച് കണ്ടു എന്ന്. അപ്പൊ അതാണ് മാതാ റൈനോ, ഫീമെയിൽ റൈനോ. സമൂഹ്, ഗ്രൂപ്പ് ഓർ കളക്ഷൻ. മാർഗദർശൻ, ഗൈഡ്. झील, ലേക്ക് ഓർ പോണ്ട്. മാംസാഹാരി, ഫ്ലഷ് ഈറ്റിംഗ്, മീറ്റ് ഈറ്റിംഗ്. അനുഭവം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. സന്ദേശ്, സന്ദേശ് മെസ്സേജ്. സമ്മാനിത്, റെസ്പെക്റ്റഡ്. പ്രസിദ്ധ്, ഫേമസ് ആയിട്ടുള്ള, ഫേമസ്. വന്യജീവ്, വൈൽഡ് ആനിമൽസ്. ഇനിയും ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എക്സസൈസിൽ കുറച്ച് പോർഷൻസ് നമുക്ക് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.